മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ഒരു SMS, വളരെ ദീർഘമായിട്ടുള്ളൊരു SMS, നല്ല ഇംഗ്ലീഷിൽ, ഇതൊരു സനംന്നോ പറഞ്ഞൊരു സംഘടനയിൽ നിന്നാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നു, ഞങ്ങൾ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിൽ ക്രിസ്തുവും ക്രിസ്തുമതവും അതിൻ്റെ ആചാരങ്ങളും ശരിയും ന്യായവും നന്മ നിറഞ്ഞതുമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫ്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയുള്ള വ്യക്തികൾ ഹിന്ദു ധർമ്മത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട് എന്ന് ഞങ്ങൾ യൂട്യൂബിലൂടെ കേട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങയുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ മതത്തിനെ കുറിച്ച് പറയുക, ഞങ്ങൾ ഞങ്ങളുടെ മതത്തിനെ കുറിച്ച് പറയും. അതേപോലെ കേട്ടു നിൽക്കുന്നവരും കണ്ടു നിൽക്കുന്നവരും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളട്ടെ. ഇങ്ങനെ കുറേയധികം, ഒരു 3-4 പ്രാവശ്യം എനിക്കങ്ങനെ SMS അയച്ചു. ഞാനതിന് മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല. പണ്ട് കുറേ പേര് സക്കീർ നായിക്കിനോട് സംവാദം നടത്തണമെന്ന് ഹിന്ദുക്കളും ഭൂരിഭാഗം മുസ്ലിങ്ങൾ പറയുകയുണ്ടായി. മുസ്ലിങ്ങൾ അവരുടെ സ്വതസിദ്ധമായ പച്ചത്തെറിയോടുകൂടിയാണ് പറയാറുള്ളത്. അത് വളർത്തിയ ദൂഷ്യം. നിനക്ക് എന്താടാ, നേരിട്ട് വന്നിട്ട് 4 മുറിക്കകത്തിരുന്ന് പറയുന്നതിന് പകരം നേരിട്ട് സംസാരിച്ചാൽ എന്താടാ, സംവാദത്തിന് വാടാ. ഇതുമാതിരിയുള്ള തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടീസിൻ്റെ അടുത്ത് സംവാദത്തിന് പോയിട്ട് എന്താ കാര്യം? അയാളെ കൺവിൻസ് ചെയ്തിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ അവനവൻ്റെ വിശ്വാസത്തിന് അപ്പുറം ചിന്തിക്കാൻ പറ്റാത്തവരുമായിട്ട് സംവിധാനം ചെയ്തിട്ട് എന്താ കാര്യം? അതുപോലെ മലപ്പുറത്ത് നിന്ന് ധാരാളം വരാറുണ്ട്. MM അക്ബർ ഉണ്ട്, അയാളുണ്ട്, ഇയാളുണ്ട്, സംവാദത്തിന് വരണം. സംവാദത്തിന് വന്ന് ഒരു പുസ്തകവും വെച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളുടെ അടുത്ത് ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ധന്യമായ പൈതൃകമുള്ള ഒരു സംസ്കാരത്തിൻ്റെ അവകാശികളായിട്ടുള്ള ഹിന്ദുക്കൾ എന്തിനാ വെറുതെ ചെന്ന് സംവാദം ചെയ്തിട്ട് ജയിച്ചാലെന്താ, തോറ്റാലെന്താ, അവരുമായി സംവാദം നടത്തിയാലെന്താ, നടത്തിയില്ലെങ്കിൽ എന്താ? അതുകൊണ്ട് എന്താ നേടുന്നത്? എൻ്റേത് മാത്രം ശരി, നിൻ്റേത് തെറ്റെന്ന് പറയാനോ, അല്ലെങ്കിൽ നിന്നേക്കാളും എൻ്റേത് കുറെ കൂടി മഹത്വമേറിയതാണെന്ന് പറയാനോ? അങ്ങനെയുള്ള സംവാദം നടത്തേണ്ട കാര്യം എന്താ? വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തർക്കമാണെങ്കിൽ പണ്ട് തന്നെ ഭാരതത്തിലുണ്ടായിരുന്നു. അത് ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, അതുപോലെ തന്നെ ഈശ്വരനുണ്ടോ ഇല്ലയോ, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള തർക്കത്തിന്റെ രൂപത്തിൽ ന്യായശാസ്ത്രം ഉപയോഗിച്ചുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ചിന്തനങ്ങളാണെന്നുണ്ടായിരുന്നത്. ഇത് യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ ഞാൻ ഇന്നും പറയാറുണ്ട്. വളരെ ഫണ്ടമെന്റലി ദൈവം 6 ദിവസം കൊണ്ട് ഭൂമിയെയും ആകാശത്തെയും ചന്ദ്രനെയും സൂര്യനെയും വെള്ളവും ഉണ്ടാക്കി. അത് തന്നെ ലോകത്തിലെ പരമാബദ്ധമാണ്. ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്ന ബൈബിള് തന്നെ ആരംഭിക്കുന്നത് അബദ്ധമല്ലേ? മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട്, ദൈവം ഒറ്റ ദിവസം കൊണ്ടാണോ മനുഷ്യനെ ഉണ്ടാക്കിയത്? ഫണ്ടമെന്റലി സയന്റിഫിക്കലി തെറ്റല്ലേ ഇത്? എന്നിട്ട് ആദത്തിൽ നിന്ന് അവയെ ഉണ്ടാക്കി, അത് അതിനേക്കാളും വലിയ തെറ്റല്ലേ? എന്നിട്ട് അവര് ജ്ഞാനക്കനി തിന്നു, അത് മഹാപാപമായിട്ട് ദൈവം എടുത്തു, അത് അതിനേക്കാളും വലിയ അബദ്ധമല്ലേ? എന്നിട്ട് അവർക്ക് കുട്ടികളുണ്ടായി, ആ കുട്ടികൾ വിവാഹം കഴിച്ചു, ആ പെണ്ണ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ അടുത്ത കാലത്ത് ഒരാൾ എഴുതുകയുണ്ടായി, ആദത്തിനും അവയ്ക്കും ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടായിരുന്നു. അത് അതിനേക്കാളും പമ്പര വിട്ടിട്ടല്ലേ? ഒരു കുട്ടി ഉണ്ടാവാൻ 10 മാസം വേണമെങ്കിൽ ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടാവാൻ എത്ര മാസം വേണം? അവർ തമ്മിൽ വിവാഹം കഴിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അത്രയും കുട്ടികൾ ഉണ്ടായി എന്ന് പറയുന്നത് എത്ര അബദ്ധമാണ്. എന്നിട്ട് ഇവരോടെല്ലാവരോടും ഈജിപ്തിലേക്ക് പോകാൻ ദൈവം പറഞ്ഞു, അവിടെയുള്ളവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കാൻ. അപ്പൊ അവിടെ ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് പമ്പര വിട്ടിട്ടല്ലേ? അത് കഴിഞ്ഞിട്ട് ഈ ആദിപാപം എന്ന് പറയുന്ന ആദവും അവയും കൂടി പരിപാടി നടത്തിയിട്ട് കുട്ടി ഉണ്ടാക്കിയതിന് അതിൻ്റെ പാപം തീർക്കാൻ ദൈവം തന്നെ ഒരുവനെ ഉണ്ടാക്കി. എന്നിട്ട് ദൈവം തന്നെ അവനെ കുരിശിലേറ്റി. അല്ല, ഈ പാപം തീർത്തിട്ട് ഈ പ്രായശ്ചിത്തം ദൈവത്തിനെ കണ്ട് ക്ഷമിച്ചാൽ പോരെ?
ഈ ക്ഷമിക്കുന്നതിന് പകരം ദൈവം തന്നെ ഗർഭം ഉണ്ടാക്കി കന്യാമറിയത്തിൽ. അങ്ങനെ സാധിക്കുമോ ശരിക്ക്? ദൈവത്തിന് എന്തും സാധിക്കുന്നു. ദൈവത്തിന് എന്തും സാധിക്കുമെങ്കിൽ ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ഇത്രയധികം കുഴപ്പമുണ്ടാവേണ്ട കാര്യമുണ്ടോ? സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ അവർക്ക്? ഈ പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കന്മാരും തമ്മിലുള്ള യുദ്ധം കാണണമെങ്കിൽ 1000 വർഷം നീണ്ടിരിക്കുന്ന യുദ്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് യേശുക്രിസ്തു കുരിശിലേറിയെങ്കിൽ അവരുടെ പാപം പോയെങ്കിൽ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും പാപികളെന്ന് വിളിക്കുന്നേ? ഈ പാപം ആദിപാപം എന്ന് പറയുന്നത് ആരാ പൊറുക്കേണ്ടത്? ദൈവമാ. ആദിപാപത്തെ പൊറുക്കാനാണ് ദൈവമെങ്കിൽ ദൈവം ഒരുവനെ കുരിശിലേറ്റുന്നത് വരെ നോക്കി നിൽക്കേണ്ട കാര്യമുണ്ടോ? ആ ദൈവത്തിന്റെ പുത്രനെ തന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പറ്റിയില്ല, പിന്നെ എങ്ങനെയാ ബാക്കിയുള്ളവരെ രക്ഷിക്കുക? അങ്ങേര് ഏലി ഏലി ലമാ സബക്താനി എന്ന് പറഞ്ഞ് കുരിശിലിങ്ങനെ തൂങ്ങിക്കിടന്ന് കരയുന്ന അവസാനം മരിച്ചു എന്ന് പറയുന്നത് വരെ അനങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഭൂമി കുലുങ്ങി, കൊടുങ്കാറ്റ് വന്നു, വെള്ളം അടിച്ചു കയറി, എന്തൊക്കെയാണ്. അത്ര നേരം വെറുതെ നോക്കി നിൽക്കായിരുന്നോ ദൈവം? ആ ദൈവത്തിന് ഇയാളെ യേശുക്രിസ്തുവിനെ ഉണ്ടാക്കാമെങ്കിൽ ആ കുരിശിലേക്ക് കയറ്റാൻ കൊണ്ടുപോകുന്നവരെ നിയന്ത്രിക്കാൻ ദൈവത്തിന് കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ലേ? അവരെ അങ്ങോട്ട് തീർക്കായിരുന്നില്ലേ? ആദ്യജാതരുടെ 1,86,000 പേരെ ദൈവം കൊന്നു. എത്ര പേരെയാ യഹോവ എന്ന് പറയുന്ന പാർട്ടി കൊല്ലലും രക്തം ചീന്തലും? എന്റെ വാള് രക്തം ചീർത്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തിലേക്ക് അയക്കേണ്ടവരെ, അഗ്നിയിലേക്ക് അയക്കേണ്ടവരെ, രോഗത്തിലേക്ക് അയക്കേണ്ടവരെ, ആയുധത്തിലേക്ക് അയക്കേണ്ടവരെ ഞാൻ അയക്കുന്നു. ഇത്രയും കൊല്ലാനും ചാവാനും മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു ദൈവത്തിന് ഈ യേശുക്രിസ്തുവിനെ ഇങ്ങനെ കുരിശിലേക്ക് കയറ്റാൻ കൽവരിയിലേക്ക് കൊണ്ടുപോകുന്നവരെ ഒന്ന് കൊല്ലായിരുന്നില്ലേ? അപ്പൊ യേശുക്രിസ്തു മരിക്കില്ലായിരുന്നല്ലോ. യേശുക്രിസ്തു തന്നിഷ്ടപ്രകാരമാണോ കുരിശിലേറിയത്? മാത്രമല്ല, യേശു മരിച്ചു എന്ന് 4 പേരും പറഞ്ഞിട്ടില്ലല്ലോ. ലൂക്കോസും പറഞ്ഞിട്ടില്ല, മാത്യുവും പറഞ്ഞിട്ടില്ല, യോഹന്നാനും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. മാർക്കോസും പറഞ്ഞിട്ടില്ല, ലൂക്കോസും പറഞ്ഞിട്ടില്ല, യോഹന്നാനും പറഞ്ഞിട്ടില്ല, മത്തായിയും പറഞ്ഞിട്ടില്ല. നിങ്ങളെങ്ങനെയാ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ എന്തിനാ അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തില്. അപ്പോ എന്നിട്ട് ഇനി മരിച്ചുവെങ്കിൽ, യേശുക്രിസ്തു മരിച്ചുവെങ്കിൽ ഈ കറ്റാർവാഴയുടെ നീരും ആലോസും എല്ലാം എന്തിനാ ശരീരത്തിൽ പുരട്ടിയത്? മരിച്ചവന്റെ ശരീരത്തിൽ കറ്റാർവാഴയുടെ നീര് പുരട്ടാറുണ്ടോ? ആള് മരിച്ചുവെങ്കിൽ കുളിപ്പിച്ചതിന് ശേഷം അങ്ങ് ദഹിപ്പിക്കുകയോ കത്തിക്കുകയോ കുഴിച്ചിടുകയോ അല്ലേ ചെയ്യേണ്ടത്? എന്തിനാ കല്ലറയിൽ വെച്ചത് മരിച്ചുവെങ്കിൽ? മാത്രമല്ല, അവിടെ കാണാൻ പോയ വ്യക്തികളെ മഗ്ദലന മറിയവും വേറൊരു മറിയവും ഉണ്ടായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞു. ഒരു മാലാഖ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മാലാഖ അല്ല ഉള്ളത്, മഗ്ദലന മറിയോ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് ഒരു ആൺകുട്ടിയാണെന്ന് പറയുന്നു. അവനാണ് പറഞ്ഞത് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചാൽ എങ്ങനെയാണെന്ന്. അല്ലെ, യേശുക്രിസ്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട 4 പേര്, യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ 4 പേര് പറയുന്ന 4 രീതിയിലാണ്. ക്രിസ്തുമസ് ആഘോഷിക്കാൻ തന്നെ ലോകം തുടങ്ങിയത് AD 463 ഈ കുരിശ് ഒരു പാപി മറ്റൊരു പാപിയെ പുണ്യവാളനായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന തനി മണ്ടത്തരം. ഒരു പാപി മറ്റൊരു പാപിയെ പുണ്യവാളനായിട്ട് ഡിക്ലെയർ ചെയ്യാം. ജീവിച്ചിരിക്കുന്നിടത്തോളം പാപിയാണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ പുണ്യവാളനാക്കാം. അത് വത്തിക്കാനിലെ പോപ്പ് വിചാരിച്ചാൽ സാധിക്കും. എന്തൊരു അബദ്ധമാണ്! ആ യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ എല്ലാവരും പൂജിക്കാൻ തുടങ്ങി. ഉള്ള കാലത്ത് പറ്റാവുന്നിടത്തോളം എല്ലാം സ്വന്തം ശിഷ്യന്മാർ പോലും യേശുക്രിസ്തുവിനെ ഊറ്റിക്കൊടുത്ത പാർട്ടീസാണ്. അപ്പൊ പിന്നെ ശിഷ്യന്മാരെ പോലും മാറ്റാൻ പറ്റാത്ത യേശുക്രിസ്തുവിനെ നിങ്ങൾ എന്തിനാ പിന്തുടരുന്നത്? വെറുതെ ആലോചിച്ച് നോക്കാം. ഇതിനെക്കുറിച്ച് ആ സംവാദം നടത്തേണ്ടത്. എന്നിട്ട് ദൈവം സ്വർഗത്തിലേക്ക് പോയി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നേരിട്ട് സ്വർഗത്തിലേക്ക് ഇവിടെ നിന്ന് കോണിപ്പടി വെച്ച് പോകാൻ പറ്റുന്ന? സ്വർഗം എന്ന സങ്കല്പം എന്താണ്? കൃത്യമായിട്ട് ജമ്മു കാശ്മീരിൽ വന്ന് ആ ജമ്മുവിന്റെ കാശ്മീരിന്റെ അടുത്ത് ഇന്നും ഈശോയുടെ ശവകുടീരമുണ്ട്. ഭാരതത്തിൽ വന്ന് 80-ാമത്തെ വയസ്സിലാണ് മരിച്ചതെന്നും വളരെ വ്യക്തമായിട്ടുണ്ടായിട്ടും സ്വർഗത്തിലേക്ക് പോയി എന്നാ പറയും. അപ്പോ ശരിക്കും മരിച്ചതിന് ശേഷം, സോകോൾഡ് മരണത്തിന് ശേഷം പോലും സ്വസ്ഥമായിട്ട് അങ്ങേ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. ഇപ്പോ ആ യേശുക്രിസ്തുവിനെ കച്ചവടം നടത്തിയിട്ട് സമ്പത്തുണ്ടാക്കുക, ആ യേശുക്രിസ്തുവിനെ കച്ചവട ചരക്കായിട്ട് ബൈബിള് കച്ചവട ചരക്കാക്കിയിട്ട് അതിൽ ജമേറിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ അറപ്പ് തോന്നും. സത്യത്തിൽ പറഞ്ഞാൽ നിങ്ങളിത് വായിച്ചു നോക്കാം. ഒരു ഉജ്ജ്വലമായിട്ടുള്ള മതഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു ഭാഗം വരുമോ എന്നുള്ളത് നോക്കാം. ഇനി അത്രയും പുണ്യവും പവിത്രവുമാണ് യേശുദേവന്റെ ചരിത്രവും ബാക്കിയുള്ളതെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള കാനഡക്കാരും അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും യൂറോപ്യന്മാരും 100% അത് ഉപേക്ഷിക്കാൻ കാരണം എന്താ?
ഈ കേരളത്തിലും ഭാരതത്തിലും ഇത് പ്രചരിക്കാനെന്താ? യേശുവിൻ്റെ മഹത്വം കൊണ്ടാ. വേദത്തിൽ യേശു ക്രിസ്തു ഉണ്ട്, ബൈബിളിൽ ഭവിഷ്യപുരാണത്തിൽ യേശു ക്രിസ്തു ഉണ്ട്. യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. 500-ന്റെയും 1000-ന്റെയും 10,000-ന്റെയും നോട്ടിന്റെ ബണ്ടിൽ കൊടുത്ത് ഒരു തരത്തിലും ഒരു പൂജയും അറിയാത്തവനെ കൊണ്ടുപോയിട്ട് ധ്യാന കേന്ദ്രത്തിൽ ഞാൻ നമ്പൂതിരിയായിരുന്നു, കൃഷ്ണനെ പൂജിച്ചിരുന്നു, ഒരു പ്രയോജനവും ഇല്ല എന്നൊക്കെ പറയിപ്പിച്ച് തനി തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും കൊണ്ട് പ്രചരിക്കുന്ന ഒരു മതത്തിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് അവിടെ സംവാദം ചെയ്യാൻ പോവേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏതായാലും ഞാൻ മറുപടി കൊടുത്തില്ല. സക്കീർ നായിക്കിനെ പോലെ തീവ്രവാദികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആദർശ പുരുഷനായിട്ട് ചിത്രം വെച്ചിരിക്കുന്ന സക്കീർ നായിക്കിൻ്റെ വേദത്തിലെ വരികളും ചാന്തോക്യോപനിഷത്തിലെ വരികളും അക്ഷരം പോലും 100% തെറ്റായിട്ട് പറയുന്ന ഒരു മനുഷ്യന് വേദം അറിയാമെന്നാണ് മുസ്ലിങ്ങൾ പ്രഖ്യാപിക്കുക. എന്നിട്ട് ഹിന്ദുക്കളിൽ ചിലർക്ക് ഇയാൾ ശരിക്കും കൊട്ടേഷൻസ് ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ സാറേ പറയുന്നത്, അതിനെന്താ മറുപടി കൊടുക്കുക? ഹിന്ദുക്കളോട് ആരെങ്കിലും മറുപടി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാന്ന് പറയണം. അതിന് ഉത്തരം കൊടുക്കാനായിട്ട് പോവാ. തനി മുസ്ലിങ്ങളെ നമ്പൂതിരിയുടെ വേഷം കെട്ടിച്ച് ഇനി ഞങ്ങൾ വേദത്തിന്റെ അർത്ഥം മനസ്സിലായി ഇസ്ലാം സ്വീകരിക്കാൻ. വേദത്തിന്റെ അർത്ഥം മനസ്സിലായെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ തുടരുകയല്ലേ വേണ്ടത്? വേദത്തിന്റെ അർത്ഥം മനസ്സിലായ ഇസ്ലാം സ്വീകരിക്കാണോ വേണ്ടത്? ആ ഇസ്ലാമിനെയും ബൈബിളിനെയും പ്രചരിപ്പിക്കാനായിട്ട് ഈ ഹിന്ദുക്കളുടെ ഗ്രന്ഥങ്ങളും ഹിന്ദുക്കളുടെ ആചാരങ്ങളും കോപ്പിയടിക്കണോ? എടുക്കുന്നത് നല്ലതാണ്, അത് കോപ്പിയടിക്കുന്ന വിചിത്രമായിട്ടുള്ള രീതിയിലാണ്. അപ്പൊ അവനവന്റെ നിൽപ്പ് പോലും ഭംഗിയല്ലാത്ത രീതിയിൽ ശാസ്ത്രീയവും യുക്തിക്കും അല്ലാത്ത രീതിയിൽ നിലനിൽക്കുമ്പോൾ മറ്റൊരുവന്റെ ഉടുതുണി ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന ഒരു മതത്തിലെ ആൾക്കാർ ഞങ്ങളുടെ മതത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ നിങ്ങൾ വരണം, നിങ്ങളുടെ മതത്തെക്കുറിച്ച് പറയുക. ഞങ്ങളുടെ മതത്തെക്കുറിച്ച് ഇവരെക്കുറിച്ച് കേൾപ്പിച്ചിട്ട് എന്താ പ്രയോജനം? ഇവരെ പഠിപ്പിക്കേണ്ട വല്ല ഉദ്ദേശമുണ്ടോ? ജീവിതം മൊത്തത്തിൽ സ്വന്തം ഗുരുവിനെ പോലും ഒറ്റിക്കൊടുത്ത ഒരു വിഭാഗം. മാത്രമല്ല അന്ന് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇന്നും ജൂതന്മാരുമായിട്ട് യുദ്ധവും കലഹവും നടത്തുന്ന ഒരു വിഭാഗം. ഒരു കാരണവശാലും ഇവരുടെ ചിന്തകളും വീക്ഷണവും പ്രവൃത്തിയും പുസ്തകത്തിലെ കണ്ടന്റുകളും 21ാം നൂറ്റാണ്ടിൽ ചേരാത്തതാണെന്ന് വികസിത രാഷ്ട്രങ്ങൾ അടിവരയിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നെനിക്ക് തോന്നി. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. പ്രണാമം, നമസ്കാരം.